വളരെ സങ്കീർണമായ ഒരു ദേശീയ രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇന്നത്തെ ഇന്ത്യ ഇതേപോലെ തന്നെ തുടരണമോ, അല്ല ഫാസിസത്തിലേക്ക് ഈ രാജ്യത്ത് നയിക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്ക് കീഴടങ്ങണമോ എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. മതനിരപേക്ഷ ശക്തികളെ ആകെ അണിചേർത്തുകൊണ്ട് ഫെഡറൽ സംവിധാനത്തിനു വേണ്ടിയുള്ള പോരാട്ടം ഒരു ബദൽ ശക്തി എന്ന രീതിയിൽ കേരളം അഖിലേന്ത്യാ തലത്തിൽ തന്നെ ശ്രദ്ധയാകർഷിക്കുന്ന രീതിയിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരും MLA-മാരും MP-മാരെല്ലാം പങ്കെടുത്ത് ഡൽഹിയിൽ നടത്തിയിട്ടുള്ള കഴിഞ്ഞ 8-ാം തീയതി നടന്ന സമരം എല്ലാവർക്കും മനസ്സിലുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ഉജ്ജ്വലമായ പോരാട്ട രീതിയിൽ വരാൻ പോകുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ BJP-യെയും സംഘപരിവാർ വിഭാഗങ്ങളെയും തോൽപ്പിക്കുക എന്ന ഉന്നം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഉദ്ദേശിക്കുന്നത്. മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകുന്ന കോൺഗ്രസ്സിന് അഖിലേന്ത്യാ അടിസ്ഥാനത്തിലായാലും കേരളത്തിലായാലും വർഗീയതക്കെതിരായിട്ട് ശരിയായ ദിശാബോധത്തോടെ മുന്നോട്ടേക്ക് പോകാനാവുന്നില്ല എന്ന പരിമിതി നമ്മുടെ മുമ്പിലുണ്ട്. ഓരോ സംസ്ഥാനവും ഓരോ യൂണിറ്റായിട്ട് കണ്ടുകൊണ്ട് ആ സംസ്ഥാനത്തിലെ ഓരോ മണ്ഡലങ്ങളിലും BJP-യെ തോൽപ്പിക്കാൻ സാധിക്കുന്ന എല്ലാവരും ചേർന്ന് ഒരു വോട്ട് പോലും ചിഹ്ന ഭിന്നമാവാതെ BJP-യെ തോൽപ്പിക്കാൻ ശ്രമിച്ചാൽ 37% വോട്ടിൻ്റെ പിന്തുണ മാത്രമുള്ള BJP-യെ 63% പിന്തുണയുള്ള BJP വിരുദ്ധർക്ക് നന്നായിട്ട് പരാജയപ്പെടുത്താൻ കഴിയുമെന്ന് നമുക്കെല്ലാം വളരെ വ്യക്തമായ ധാരണയുണ്ട്. അതിന് ഓരോ സംസ്ഥാനവും ആ തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിച്ച് മുന്നോട്ടേക്ക് പോകണമെന്നും അതാണ് CPIM വളരെ മുമ്പ് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം. അഖിലേന്ത്യാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ഇന്ത്യ എന്ന സംവിധാനം യഥാർത്ഥത്തിൽ ഇന്നത്തെ ഇന്ത്യൻ പരിതസ്ഥിതിയിൽ അനിവാര്യമാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. പക്ഷേ അതിലെ കോൺഗ്രസ് എന്ന പാർട്ടിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ നയപരമായ വ്യതിചലനത്തിൻ്റെ ഭാഗമായി അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നം നമുക്കെല്ലാം അറിയാം. മൃദു ഹിന്ദുത്വ നിലപാടാണ്. മതനിരപേക്ഷ നിലപാട് സ്വീകരിച്ചാൽ കോൺഗ്രസ് അണികൾ തന്നെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു പോകുന്ന കാഴ്ചയാണ് രാമക്ഷേത്ര ഉദ്ഘാടന സന്ദർഭത്തിൽ തന്നെ നമ്മൾ കണ്ടത്.